അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് എൻ്റെ കയ്യിലുള്ള ഓരോരോ ഹാങ്ങിങ് പ്ലാന്റ്സ് പരിചയപ്പെടുകയായിരുന്നല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും പുതിയ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആതിര, എല്ലാവർക്കും ലൈഫ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ടാങ്കിൾഡ് ഹേർട്ട് അഥവാ സ്വീഡിഷ് ഐവി എന്നറിയുന്ന ഈ പ്ലാന്റാണ് ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ടർട്ടിൽ വൈനൊക്കെ പരിചയപ്പെട്ടായിരുന്നു, അതുപോലെ തന്നെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് നമ്മുടെ ഈ ടാങ്കിൾഡ് ഹേർട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് പോലെ തന്നെയാണ് അതിൻ്റെ ലീവ്സ് എന്ന് പറയുന്നത്. പേരിനകത്ത് തന്നെയുണ്ട് ഒരു ഹേർട്ട് ഷേപ്പിലെ ലീഫാണ് ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഹേർട്ട് ഷേപ്പാണ് ഇതിൻ്റെ ലീഫിന്. അപ്പോൾ ഇതിന് ഒരു ലെമണൈസ്ഡ് യെല്ലോ ആണ് അതിൻ്റെ കളർ, ഒരു മഞ്ഞ നിറഞ്ഞ ഒരു പച്ച, അങ്ങനെയാണ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത്. വളരെ ലെങ്തി ആയിട്ട് വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ്, അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ടർട്ടിൽ വൈൻ പോലെ തന്നെ എന്ന് പറഞ്ഞാലും പക്ഷേ ഫ്ലവറിങ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. പക്ഷേ ഞാനിതുവരെ എൻ്റെ ഫ്ലവർ കണ്ടിട്ടില്ല കേട്ടോ. റെയറായിട്ട് മാത്രമേ എൻ്റെ ഫ്ലവർ കാണാൻ പറ്റൂ. ഇതുവരെ എൻ്റെ കയ്യിൽ ഫ്ലവർ ചെയ്തിട്ടില്ല. അതുമാത്രമല്ല ഇതൊരു സക്കുലൻ്റ് ആയിട്ടുള്ള ക്രീപ്പിംഗ് പ്ലാന്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ വളരെ ഇപ്പോൾ ഇത് കണ്ടോ, ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത്. ഞാൻ ഇതിനകത്താണ് കൊണ്ടുവച്ചത്. പിന്നെ അതിൽ നിന്ന് ഞാൻ ഇതുപോലൊരു അഞ്ചാറല്ല അതിൽ കൂടുതൽ പോട്ടിൽ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി എനിക്കിവിടെ എടുത്തിടാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്ലാന്റ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കുഞ്ഞ് കപ്പ്, നമ്മുടെ വീട്ടിൽ കോഫി കുടിക്കുന്ന ചെറിയ കപ്പിൽ പോലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമ്മുടെ ഈ ടാങ്കിൾഡ് ഹേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം പരിചയപ്പെട്ട ഒട്ടുമിക്ക ഹാങ്ങിങ് പ്ലാന്റ്സുകളും നേരിട്ടുള്ള സൂര്യപ്രകാശം വേണ്ടാത്തവയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ടാങ്കിൾഡ് ഹേർട്ടും. നേരിട്ടുള്ള സൂര്യപ്രകാശം ഇതിന് ആവശ്യമില്ല. അതുപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള വെളിച്ചം കിട്ടുന്ന ഏത് ഭാഗത്തും നമുക്കിത് നല്ല രീതിയിൽ ഹാങ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇൻഡോറിൽ പോലും നമുക്ക് നല്ല ബ്രൈറ്റ് ജനലിൻ്റെ സൈഡിലൊക്കെ എന്ന് വെച്ചാൽ നല്ല ബ്രൈറ്റ് ആയിട്ട് വെട്ടം കിട്ടുന്ന ഭാഗത്ത് നമുക്ക് ഇൻഡോറിലും ഇത് ഹാങ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ ഇതിൻ്റെ നനയാണ് കേട്ടോ. അപ്പോൾ വളരെ കുറച്ചളവിൽ മാത്രം ജലസേചനം നൽകേണ്ട ഒരു പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ ഏത് പ്ലാന്റിനായാലും ഓവറായിട്ട് വാട്ടറിങ് ചെയ്ത് കഴിയുമ്പോൾ പ്ലാന്റ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്. നമ്മൾ ഓവറായിട്ട് വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ലീവ്സ് നല്ല ഈ ഒരു യെല്ലോയിഷ് നിറഞ്ഞ ഗ്രീൻ ലീവ്സാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ലീഫ് മൊത്തത്തിൽ മഞ്ഞിച്ച് അത് പ്ലാന്റ് ഇലകളെല്ലാം ലീഫെല്ലാം ആദ്യം കൊഴിഞ്ഞ് പിന്നെ പ്ലാന്റ് പതിയെ നശിച്ചു പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഓവർ വാട്ടറിങ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പോട്ടിങ്സ് തയ്യാറാക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണും ചാണകപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ചകിരിച്ചോറുമാണ് ഞാനിതിനെ പോട്ടിംഗ് മിക്സായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഡയറക്റ്റ് മഴ കൊള്ളുന്ന ഭാഗത്തല്ല ഇത് ഹാങ് ചെയ്തിട്ടേക്കുന്നത്. ഞാൻ മഴ കൊള്ളാത്ത രീതിയിൽ അടുത്താണ് ഹാങ് ചെയ്തിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് ചകിരിച്ചോറ് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് ഡയറക്റ്റ് മഴ കൊള്ളുന്ന ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഈ ചകിരിച്ചോറെന്നുള്ളത് സ്കിപ്പ് ചെയ്യാം. മണ്ണും ചാണകപ്പൊടിയും മാത്രം ഉപയോഗിച്ച് ഇത് നല്ല രീതിയിൽ പോട്ട് ചെയ്യാം. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ രീതിയാണ്. പ്രൊപ്പഗേഷൻ നമ്മൾ ഇതിൻ്റെ ചെറിയ തണ്ട് കട്ട് ചെയ്താണ് പ്രൊപ്പഗേറ്റ് ചെയ്യാറുള്ളത്. കുഞ്ഞു തണ്ട് ഇങ്ങനെ ഹാങ്ങിങ് ആയി കിടക്കുന്നതിൻ്റെ തുഞ്ചത്ത് നിന്ന് കൊച്ചു തണ്ടുകൾ കട്ട് ചെയ്താണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കണ്ടോ ഇതുപോലുള്ളൊരു കുഞ്ഞ് നഴ്സറി പോട്ടിൽ വെച്ചതാണ്. ഹാങ് ചെയ്യാന്നുള്ള ഒരു ഇങ്ങനെ ചരിച്ചൊക്കെ ഹാങ് ചെയ്ത് വെക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു കുഞ്ഞു തണ്ട് ഇതുപോലെ കട്ട് ചെയ്തു. മണ്ണും ഇത് ചകിരിച്ചോറ് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പോട്ടിംഗ് മിക്സ് എല്ലാം തയ്യാറാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം കെയർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെക്കുമ്പോൾ, ഇപ്പോൾ എനിക്ക് പറ്റിയ ഞാനിത് വേറെ ഹാങ് ചെയ്തിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഇങ്ങോട്ട് എടുത്തിടുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ഒന്ന് ബലം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് ഒടിഞ്ഞു പോവും. വെറും വെള്ളം നിറഞ്ഞ തണ്ടാണ്. ഞാൻ ഇതിപ്പോൾ എടുത്തതേ ഉള്ളൂ, കൈ തട്ടിയിട്ട് ഇങ്ങനെ ഒടിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇങ്ങനെ എടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെക്കാൻ പോകുന്ന കെയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത് നല്ല ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാസത്തിലൊരു തവണ കറക്റ്റായിട്ട് ഇതിൻ്റെ വളം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സിനെല്ലാം നൈട്രജൻ ബേസ്ഡ് ആയിട്ടുള്ള വളങ്ങളാണ് കൊടുക്കാറുള്ളത്. അപ്പം ഞാൻ ചെയ്യുന്നത്, എനിക്കിവിടെ പച്ചച്ചാണകം കിട്ടാറുള്ളത് കൊണ്ട് തന്നെ അത് കൊണ്ടുവന്നിട്ട് ഒരു കുഴമ്പ് പരുവത്തിലാക്കി വെള്ളം ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് ഒരു 4-5 ദിവസം അത് പുളിക്കാൻ വെക്കും. അപ്പോൾ എല്ലാ ദിവസവും പുളിക്കാൻ വെക്കുന്ന സാധനം എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഒന്ന് ഇളക്കി കൊടുക്കുക, ക്ലോക്ക് വൈസിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടത് 4-5 ദിവസം പുളിക്കാൻ വെക്കുക. അങ്ങനെ വെച്ചിട്ട് അതിൽ നിന്ന് 1 കപ്പ് 10 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. 10 കപ്പ് വെള്ളത്തിന് 1 കപ്പ് ചാണകം എന്ന രീതിയിൽ എടുത്തതിന് ശേഷം അപ്പോൾ നല്ല നേർത്തിരിക്കും. പിന്നെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോമൂത്രമാണ്. അതും ഇതുപോലെ കിട്ടുമ്പോൾ 1 കപ്പിന് 4-5 കപ്പ് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് ഞാൻ അത് കൊണ്ടുവന്ന് ഒഴിച്ച് കൊടുക്കാറുണ്ട്.
ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത്, എനിക്ക് കിട്ടാറുള്ളത് കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെയുള്ള ചാണകമോ അതുപോലെ തന്നെ ഗോമൂത്രം ഒന്നും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ കെമിക്കലായിട്ടുള്ള വളങ്ങളാണ് കിട്ടുന്നതെങ്കിൽ നൈട്രജൻ കൂടുതൽ അടങ്ങിയ ഏത് വളം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാം. അഥവാ നിങ്ങൾക്ക് ഉണക്ക ചാണകപ്പൊടിയാണ് കിട്ടുന്നതെങ്കിൽ അത് നമുക്ക് ഒരു പിടി എടുത്തിട്ട് വളരെ കുറച്ച് വെള്ളത്തിൽ മാത്രം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം തന്നെ നമുക്കത് കൊണ്ടുവന്ന് ചെടികളിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അരിച്ചെടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള പ്ലാന്റ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാം ചിലപ്പം പരിചിതമായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന പ്ലാന്റ് വളർത്തുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ഈ ടാങ്കിൾഡ് ഹേർട്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരുപാട് ഇഷ്ടമുള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് കേട്ടോ. വളർത്തുന്നവർക്ക് അറിയാം അതിൻ്റെ ഭംഗി, ഓരോ ലീവ്സിൻ്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ, അത് ഒരു പ്രത്യേക ഒരു ഗ്ലേസിങ് നിറഞ്ഞ ലീവ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഹാങ് ചെയ്തിടുമ്പോൾ. അപ്പോൾ ഏത് പ്ലാന്റായാലും നമ്മൾ ഒരു പ്ലാന്റായിട്ട് ഇടുമ്പം ചിലപ്പോൾ അതിൻ്റെ ഭംഗി അത്രത്തോളം നമുക്ക് എടുക്കണമെന്നില്ല. ഒരു 4-5 പ്ലാന്റ് ഇതുപോലെ അടുപ്പിച്ചിട്ട് കഴിയുമ്പോഴായിരിക്കും കൂടുതൽ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോഴായാലും എല്ലാം ഒരു ഫീല് നമുക്ക് തോന്നുന്ന ഒരു കുറച്ച് പ്ലാന്റ് ഒരുമിച്ചിടുമ്പോഴായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.